أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم ألا أدلكم على دائكم ودوائكم ألا إن دائكم الذنوب ودوائكم الاستغفار أو كما قال سيدنا رسول الله صلى الله عليه وسلم. മഹാനാകുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമ 10 വർഷത്തോളം ഹബീബായ മുസ്തഫായ മുത്തുനബിയെ എല്ലാ നിലക്കും കൊണ്ട് നടന്ന് മുത്തുനബിയുടെ നിഴലായി കൂടെ നടന്നിരുന്ന അനസ് ബിൻ മാലിക് തങ്ങൾ മുത്തുനബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബിൽ കിറാമിനോട് പറഞ്ഞു കൊടുക്കാൻ, സ്വഹാബത്തെ അലാ അദുല്ലുക്കും അലാ ദാഇക്കും വദവാഹിക്കും, അലാ നിങ്ങൾ അറിയണേ, അദുല്ലുക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം, അലാ ദാഇക്കും വദവാഹിക്കും നിങ്ങളുടെ ഒരു രോഗം അതിലേക്കുള്ള മരുന്ന് രണ്ടും ഞാൻ പറഞ്ഞു തരാം സ്വഹാബത്തെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കൊരു രോഗമുണ്ട്, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. ആ രോഗം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന രോഗം, മനുഷ്യകുലത്തിൽപ്പെട്ട ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആ രോഗമുണ്ട്. ആ രോഗത്തിലേക്ക് മരുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുത്തനബി തങ്ങൾ പറയുന്നു, അലാ നിങ്ങൾ അറിയണേ സ്വഹാബത്തെ, ഇന്ന ദാഇക്കും നിശ്ചയമായും നിങ്ങളുടെ രോഗം അദ്ദുനൂബ്, അത് പാപങ്ങളാണ്. നിങ്ങൾ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എത്ര സൽക്കർമ്മം ചെയ്തവരായാലും എത്ര നല്ല നിലക്ക് നടത്തുന്നവരായാലും ശരി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തെറ്റെങ്കിലും ചെയ്യാത്ത മഅ്സൂമായിട്ട്, അല്ലാഹു മനുഷ്യകുലത്തിൽ മഅ്സൂമായിട്ടുള്ളത് ഹബീബായ നബിയും അള്ളാഹുന്റെ പ്രവാചകന്മാരും മാത്രമാണ്. പിന്നുള്ളത് മഹ്ഫൂദീങ്ങളാണ്, അത് അള്ളാഹുന്റെ ഔലിയാക്കളാണ്. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യന്മാരും അവരൊക്കെ തെറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അലാ നിങ്ങളറിയണേ, നിശ്ചയമായിട്ട് നിങ്ങളുടെ രോഗം അത് പാപങ്ങളാണ്, ദോഷങ്ങളാണ്. എന്നിട്ട് മുത്തനബി തങ്ങൾ പറയുന്നു, സ്വഹാബത്തെ ആ രോഗത്തിനൊക്കെ നിങ്ങൾക്ക് മരുന്ന് വേണ്ടേ, ആ രോഗത്തിനൊക്കെ നിങ്ങൾക്കുള്ള മരുന്ന് അൽ ഇസ്തിഗ്ഫാർ, അത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ള ദിക്ർ നിങ്ങൾ കൂടുതൽ ചൊല്ലലാണ് സ്വഹാബത്തെ എന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നമ്മൾ പറഞ്ഞു, ആരെങ്കിലും റമദാനിൽ 10 വട്ടം ഇസ്തിഗ്ഫാറിനെ ചൊല്ലിയാൽ അല്ലാഹു അവനക്ക് ഹമലത്തുൽ അർശിനെ വഹിക്കുന്നതാകുന്ന മലക്കുകൾ കൊടുക്കുന്ന കൂലി അല്ലാഹു അവനക്ക് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.